Naming of alkanes, part 3, branched alkanes. Multiple similar branches. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ബ്രാഞ്ചുള്ള ആൽക്കെയിൻസിനെ പറ്റി പഠിച്ചു. അതിനെങ്ങനെയാണ് നെയിം ചെയ്യാമെന്ന് പഠിച്ചു. അപ്പോൾ ഈ വീഡിയോയിൽ നമുക്ക് പിന്നെ ബ്രാഞ്ചസ് ഉണ്ട്, പക്ഷെ നമുക്ക് ഒന്നിൽ കൂടുതൽ ബ്രാഞ്ചസ് ഉണ്ട്. കഴിഞ്ഞ പാർട്ടിൽ നമുക്ക് ഒരു ബ്രാഞ്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇപ്പം നമ്മൾ പഠിക്കാൻ പോകുന്നത് മൾട്ടിപ്പിൾ ബ്രാഞ്ചസ് വന്നു കഴിഞ്ഞാൽ, ഒരേപോലെയുള്ള മൾട്ടിപ്പിൾ ബ്രാഞ്ചസ് വന്നു കഴിഞ്ഞാൽ അതിനെങ്ങനെയാണ് പേരിടുക എന്നുള്ളതാണ് നമ്മൾ നോക്കാം. ഞാൻ ഒരു എക്സാമ്പിൾ ഇവിടെ വരയ്ക്കാം. CH3 സിംഗിൾ ബോണ്ട് CH2 സിംഗിൾ ബോണ്ട് CH, സിംഗിൾ ബോണ്ട് CH3 സിംഗിൾ ബോണ്ട് CH, സിംഗിൾ ബോണ്ട് CH3 സിംഗിൾ ബോണ്ട് CH2 സിംഗിൾ ബോണ്ട് CH2 സിംഗിൾ ബോണ്ട് CH3. അപ്പോൾ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിനെങ്ങനെയാണ് പേരിടുക എന്നുള്ളതാണ് നോക്കാം. കണ്ടാലറിയാം അത്യാവശ്യം കോംപ്ലിക്കേറ്റഡ് ആണ്. അപ്പോൾ നമുക്ക് അഗെയിൻ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ലോങ്ങസ്റ്റ് കാർബൺ ചെയിൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഏതായിരിക്കും ലോങ്ങസ്റ്റ് കാർബൺ ചെയിൻ? ഇങ്ങനെ എണ്ണിയാൽ 4 വരും, ഇങ്ങനെ എണ്ണിയാൽ 5 വരുന്നുണ്ട്, ഇങ്ങനെ നേരെ എണ്ണിക്കഴിഞ്ഞാൽ നമുക്ക് 3, 4, 5, 6, 7 7 കാർബൺ ആറ്റംസ് വരുന്നുണ്ട്. അപ്പോൾ ലോങ്ങസ്റ്റ് കാർബൺ ചെയിൻ നേരെ ഉള്ളതാണ് അല്ലേ? ഇതാണ് ലോങ്ങസ്റ്റ് കാർബൺ ചെയിൻ. അടുത്ത സ്റ്റെപ്പ് എന്താണ്? ലോങ്ങസ്റ്റ് കാർബൺ ചെയിനിന് നമ്മൾ നമ്പർ ഇടണം. അപ്പോൾ 1, 2, 3, 4, 5, 6, 7. 1, 2, 3, 4, 5, 6, 7. ഓക്കെ. അപ്പോൾ ഞാൻ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോകുമ്പോൾ ഇനി അടുത്ത് എന്താ നോക്കണ്ടേ? ബ്രാഞ്ച് ഏത് കാർബണിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അല്ലേ? അപ്പോൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ നോക്കിയേ 1, 2, 3. ഒരു CH3 മൂന്നാമത്തെ കാർബണിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. സോ 3-ലൊരു മീത്തേൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇനിയും 4-ൽ വേറൊരു മീത്തേൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അല്ലേ? 4-ൽ ഒരു മീത്തേൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇത് എങ്ങോട്ട് പോകുമ്പോഴാണ്? ലെഫ്റ്റ് ടു റൈറ്റ് നമ്മൾ നോക്കുമ്പോഴാണ് 3-ലൊരു മീത്തേൽ, 4-ൽ വേറൊരു മീത്തേൽ. ഇനിയും റൈറ്റ് ടു ലെഫ്റ്റ് നോക്കുമ്പോഴോ, റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് 1, 2, 3, 4. 4-ലൊരു മീത്തേലുണ്ട്. അതേപോലെ 5-ൽ വേറൊരു മീത്തേലുണ്ട് അല്ലേ? 5-ൽ വേറൊരു മീത്തേലുണ്ട്. നമുക്ക് രണ്ട് സെറ്റ് ഓഫ് നമ്പേഴ്സ് ഉണ്ട്. ഒന്ന് 3, 4 അല്ലെങ്കിൽ 4, 5. ഇതിലൊന്ന് നമ്മൾ സെലക്ട് ചെയ്യണം. ഒരു സെറ്റ് ഓഫ് നമ്പേഴ്സ് നമ്മൾ സെലക്ട് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ ഈ നമ്പേഴ്സ് നമ്മൾ ആഡ് ചെയ്ത് നോക്കാം. അപ്പോൾ 3 + 4 എത്രയാണ് വരിക? 3 + 4 is 7. 5 + 4 എത്രയാണ്? 9. അപ്പോൾ ഏതാണ് ഇതിൽ സ്മോളസ്റ്റ് നമ്പർ? 7 അല്ലേ? അപ്പോൾ നമ്മൾ എടുക്കേണ്ട 7 അല്ല, 7-ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള 3ഉം 4ഉം ആണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഏതൊക്കെ നമ്പേഴ്സ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്? 3 and 4. എന്താ കാര്യം? ആഡ് ചെയ്ത് നോക്കിയപ്പോൾ 7 വന്നു, 4ഉം 5ഉം കൂടെ ആഡ് ചെയ്തപ്പോൾ 9 വന്നു. ഏതാണ് സ്മോളസ്റ്റ് നമ്പർ? 7. സോ 7-ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള 3ഉം 4ഉം വന്നു. ഇനി നോക്കി 3-ലും 4-ലും മീത്തേൽ തന്നെയല്ലേ ഉള്ളത്? അപ്പോൾ നമ്മൾ ഇതിനെ എങ്ങനെ എഴുതാം? 3-ല് മീത്തേലാണുള്ളത്. സോ 3, 4-ലും മീത്തേൽ തന്നെയാണ് ഉള്ളത്. സോ 4 ഹൈഫൺ എത്ര മീത്തേലുണ്ട്? 2 മീത്തേൽ അല്ലെ? 2 എന്ന് കാണിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഡൈ. 2 മീത്തേൽ. സോ ഡൈമീത്തൈൽ. ശരിയല്ലേ? 3-ലൊരു മീത്തേൽ ഗ്രൂപ്പ്, 4-ലൊരു മീത്തേൽ ഗ്രൂപ്പ്. ആകെ എത്ര മീത്തേൽ ഗ്രൂപ്പ്സ് ഉണ്ട്? 2 മീത്തേൽ ഗ്രൂപ്പ്സ് ഉണ്ട്. അപ്പോൾ 2 എന്ന് കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഡൈ എന്നുള്ളത് യൂസ് ചെയ്യുക. സോ 3, 4 ഹൈഫൺ ഡൈമീത്തൈൽ. ഇനി മെയിൻ കാർബൺ ചെയിൻ്റെ പേരെന്താണ്? 7 കാർബൺ ഉണ്ട്, ഹെപ്റ്റൈൻ. അപ്പൊ ഈ കോമ്പൗണ്ടിന്റെ പേരെന്താണ്? 3,4 ഡൈമീത്തൈൽ ഹെപ്റ്റൈൻ. ഓക്കെ, വേറെ എഴുതാം. CH3 സിംഗിൾ ബോണ്ട് സിംഗിൾ ബോണ്ട് CH3 സിംഗിൾ ബോണ്ട് CH2 സിംഗിൾ ബോണ്ട് CH സിംഗിൾ ബോണ്ട് CH3 single bond CH, single bond CH, single bond CH2, single bond CH2, single bond CH3. ഓക്കെ. അപ്പോൾ എങ്ങനെയായിരിക്കും നമ്മൾ ഇതിനെ പേരിടുക? ആദ്യം ലോങ്ങസ്റ്റ് കാർബൺ ചെയിൻ കണ്ടുപിടിക്കുക. എണ്ണി നോക്കുകയാണെങ്കിൽ നേരെയുള്ളതായിരിക്കും ലോങ്ങസ്റ്റ് കാർബൺ ചെയിൻ. വേറെ ഒന്നുമില്ല, അതിൽ കൂടുതൽ കാർബൺസ് വരുന്നൊന്നുമില്ല. ഇനി നമ്പർ ചെയ്യുക. 1, 2, 3, 4, 5, 6, 7. 1, 2, 3, 4,
5 6 7. ഇനി നമ്മൾ ബ്രാഞ്ച് ചെയ്തിലൊക്കെ വരുന്നത് നോക്കാം. ആദ്യം നമ്മൾ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കാണ് ഉണ്ടാ. റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് ഉണ്ടുമ്പോൾ 1 2 2-ലൊരു CH3 എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രാഞ്ച് ആയത് മീത്തേൽ അല്ലേ. 2-ലൊരു മീത്തേൽ ഗ്രൂപ്പ് ഉണ്ട്. 2-ലൊരു മീത്തേൽ ഗ്രൂപ്പ് ഉണ്ട്. ഇനിയും 1 2 3 4 4-ൽ വേറൊരു മീത്തേൽ ഗ്രൂപ്പ് ഉണ്ട്. 4-ൽ വേറൊരു മീത്തേൽ ഗ്രൂപ്പ് ഉണ്ട്. ഓക്കെ. ഇനിയും റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് ഉണ്ടുമ്പോഴോ 1 2 3 4 4-ലൊരു മീത്തേൽ ഗ്രൂപ്പ്. പിന്നെ 5 6 6-ൽ വേറൊരു മീത്തേൽ ഗ്രൂപ്പ്. നമുക്ക് അഗെയിൻ രണ്ട് സെറ്റ് ഓഫ് നമ്പേഴ്സ് കിട്ടി. 2 4 അല്ലെങ്കിൽ 4 6. അപ്പോൾ ഇതിലേത് സെലക്ട് ചെയ്യണമെന്ന് അറിയാൻ വേണ്ടി നമ്മൾ ആഡ് ചെയ്ത് നോക്കാം. 4 + 2 6 ആണ്. 6 + 4 10 ആണ്. 6 ആണ് ചെറിയ നമ്പർ. സോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള 2ഉം 4ഉം ആണ് നമ്മൾ എടുക്കേണ്ടത്. 2, 4 ഹൈഫൺ രണ്ട് മീഥൈൽ ഗ്രൂപ്പ്സ് അല്ലേ. സോ നമ്മൾ രണ്ട് മീഥൈൽ ഗ്രൂപ്പ് ഉള്ളതുകൊണ്ട് നമ്മൾ ഡൈമീഥൈൽ എന്ന് പറയും. സോ ഡൈമീഥൈൽ. മെയിൻ കാർബൺ ചെയിൻ്റെ പേരെന്താണ്? ഹെപ്റ്റെയ്ൻ. 7 കാർബൺ അല്ല വന്നത്. സോ ഹെപ്റ്റെയ്ൻ. ഓക്കെ. ഇനി നമുക്ക് വേറെ എണ്ണം ചെയ്ത് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ. CH3 single bond, single bond, CH2 single bond, CH single bond, CH2 single bond, CH2 single bond, CH single bond, CH2 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 single bond, CH3. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത കോമ്പൗണ്ട്. അപ്പം ലോങ്സ്റ്റ് കാർബൺ ചെയിൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. എണ്ണി നോക്കിയോളൂ, പല രീതിയിൽ എണ്ണി നോക്കിയോളൂ. വീഡിയോ ആണെങ്കിൽ ഒന്ന് പോസ് ചെയ്തിട്ട് നിങ്ങൾ തന്നെ ലോങ്സ്റ്റ് കാർബൺ ചെയിൻ കണ്ടുപിടിച്ചോളൂ. ഇതാണ് ലോങ്സ്റ്റ് കാർബൺ ചെയിൻ വരാം. ഇതിന് മുകളിലുള്ളതൊന്നും ഈ കോമ്പൗണ്ടിലില്ല. ഇങ്ങനെയൊക്കെ എണ്ണി നോക്കാം. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഒരു ചെയിൻ ഫോം ചെയ്യാം. പക്ഷേ ഇങ്ങനെ ചെയിൻ ഫോം ചെയ്യുമ്പോഴാണ് ഏറ്റവും കൂടുതൽ കാർബൺ ആറ്റംസ് വരിക. ഇനി അതിനെ നമ്പർ ചെയ്യേണ്ട 1 2 3 4 5 6 7 8. 1 2 3 4 5 6 7 8. അപ്പം നിങ്ങൾ ഇവിടെ നോക്കിയോളൂ, ബ്രാഞ്ച് നോക്കിയോളൂ. നമുക്ക് 2 ബ്രാഞ്ചാണുള്ളത്. ഇത് എന്ത് ഗ്രൂപ്പാണിത്? 2 കാർബൺ അല്ല ഉള്ളത്. 2 കാർബൺ വരുമ്പോൾ എത്തെന്നല്ല നമ്മൾ വിളിക്കുക. ബ്രാഞ്ച് ആകുമ്പോൾ നമ്മൾ എന്താ ആഡ് ചെയ്യുക? YL ആഡ് ചെയ്യല്ലേ. ഇതൊരു ഈഥൈൽ ഗ്രൂപ്പാണ് അല്ലേ. ഇത് വേറൊരു ഈഥൈൽ ഗ്രൂപ്പാണ്. അപ്പം നമുക്ക് 2 ഈഥൈൽ ഗ്രൂപ്പ്സ് ആണുള്ളത്. നമ്മൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് എണ്ണുമ്പോൾ 3-ലൊരു ഈഥൈൽ ഗ്രൂപ്പ്. ശരിയല്ലേ? എന്താണ് ഈഥൈൽ ഗ്രൂപ്പ് വന്നത്? 2 കാർബൺ അല്ലേ. 1 2 ബ്രാഞ്ച് ആണെന്ന് അറിയിക്കാൻ വേണ്ടി YL ആഡ് ചെയ്യാം. ഇനി 4-ലോ വേറൊരു ഈഥൈൽ ഗ്രൂപ്പ്. ഇനി റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് ഇടുമ്പോൾ 5-ലൊരു ഈഥൈൽ, 6-ലൊരു ഈഥൈൽ. അപ്പം ഇതിലേതായിരിക്കും സെലക്ട് ചെയ്യേണ്ടത്? ആഡ് ചെയ്ത് നോക്കുക. 3 + 4 7, 5 + 6 11. ഏതാണ് സ്മോളസ്റ്റ് നമ്പർ? 7 അല്ലേ. കറസ്പോണ്ടിങ് ആയിട്ടുള്ള 3ഉം 4ഉം എടുക്കുക. സോ 3, 4 രണ്ടും ഈഥൈൽ ആയതുകൊണ്ട് രണ്ടും ഈഥൈൽ ആയതുകൊണ്ട് ഡൈ ഈഥൈൽ. മെയിൻ കാർബൺ ചെയിനിൽ 8 കാർബൺ ഉണ്ട്. ഒക്ടൈൻ. 8 കാർബണുള്ള സിംഗിൾ ബോണ്ടഡ് ഹൈഡ്രോ കാർബണിനെ നമ്മൾ ഒക്ടൈൻ എന്നാണ് വിളിക്കുക. വേറൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. CH3 CH2 CH3 CH2 CH3. ഓക്കെ. അപ്പോൾ ഇതിൽ എങ്ങനെയായിരിക്കും നമ്മൾ പേരിടുക ഈ കോമ്പൗണ്ടിന്? ഫസ്റ്റ് ലോങ്സ്റ്റ് കാർബൺ ചെയിൻ കണ്ടുപിടിക്കുക. എങ്ങനെ ഇടുമ്പോഴായിരിക്കും ഏറ്റവും കൂടുതൽ കാർബൺ ആറ്റംസ് വരിക? ഇങ്ങനെ എണ്ണിയാലും എല്ലാം നമുക്ക് 4 കാർബൺ ആറ്റംസ് ആണ് വരിക. അതാണ് ലോങ്സ്റ്റ് കാർബൺ ചെയിൻ. അതാണ് നമ്മുടെ മെയിൻ കാർബൺ ചെയിൻ. അടുത്ത സ്റ്റെപ്പ് എന്താണ്? നമ്പർ ചെയ്യുക. 1 2 3 4. 1 2 3 4. ഒന്ന് നോക്കിയേ. ലെഫ്റ്റ് ടു റൈറ്റ് എണ്ണുമ്പോൾ 3-ലൊരു
മീതൈൽ ഗ്രൂപ്പ്, മീതൈൽ അല്ലേ, 3-ൽ മീതൈൽ ഗ്രൂപ്പ്. അടുത്ത മീതൈൽ ഗ്രൂപ്പ് എവിടെ കിടക്കുക? 2 മീതൈൽ ഗ്രൂപ്പ് ഉണ്ട്, ഇതൊരു മീതൈലാണ്, ഇതൊരു മീതൈലാണ്. CH3 ലെഫ്റ്റ് ടു റൈറ്റ് എണ്ണുമ്പോൾ 3-ൽ മൂന്നാമത്തെ കാർബണിൽ ഒരു CH3, മൂന്നാമത്തെ കാർബണിൽ തന്നെ അടുത്ത CH3, അതായത് മീതൈൽ ഗ്രൂപ്പ്. ഇനിയും റൈറ്റ് ടു ലെഫ്റ്റ് എണ്ണുമ്പോഴോ 1 2 രണ്ടാമത്തെ കാർബണിൽ ഒരു CH3, രണ്ടാമത്തെ കാർബണിൽ ഒരു മീതൈൽ ഗ്രൂപ്പ്, രണ്ടാമത്തെ കാർബണിൽ തന്നെ അടുത്ത മീതൈൽ ഗ്രൂപ്പ് അല്ലേ. ഒന്നുകൂടെ പറയാം, ലെഫ്റ്റ് ടു റൈറ്റ് ഇടുമ്പോൾ തന്നെ ഈ മേളത്തെ മാത്രമേ നോക്കാവൂ, നമ്പേഴ്സ് മേളത്തെ മാത്രമേ നോക്കാവൂ. 1 2 3. ഇപ്പൊ 3 അല്ലേ, ഈ കാർബണിന്റെ നമ്പർ എത്രയാണ്? 3. ഈ കാർബണിലല്ലേ ഈ CH3യും ഈ CH3 അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. സോ മൂന്നാമത്തെ കാർബണിൽ ഒരു മീതൈൽ ഗ്രൂപ്പ്, മൂന്നാമത്തെ കാർബണിൽ തന്നെ അടുത്ത മീതൈൽ ഗ്രൂപ്പ്. ഇനിയും റൈറ്റ് ടു ലെഫ്റ്റ് എണ്ണുമ്പോൾ മുകളിലത്തെ നമ്പേഴ്സ് നോക്കരുത്, താഴത്തെ മാത്രം നോക്കുക. 1 2. രണ്ടാമത്തെ കാർബണിലല്ലേ CH3 ഉള്ളത്, രണ്ടാമത്തെ കാർബണിൽ തന്നെയല്ലേ ഈ മീതൈൽ ഗ്രൂപ്പ് ഉള്ളത്. സോ 2 മീതൈൽ. അപ്പൊ ഇതിലേതായിരിക്കും കൂട്ടി നോക്കുമ്പോൾ ഏതായിരിക്കും കൂടുതൽ വരിക? ഇത് 6, ഇത് 4. ഇതല്ല കൂടുതൽ സെലക്ട് ചെയ്യേണ്ടത്, സ്മോളസ്റ്റ് നമ്പർ അല്ല. അപ്പോൾ ഏതാണ് എടുക്കേണ്ടത്? 2ഉം 2 അല്ല എടുക്കുക. സോ 2, 2 എത്ര മീതൈൽ ഗ്രൂപ്പ്സ് ഉണ്ട്? 2 മീതൈൽ ഗ്രൂപ്പ്സ്. ഡൈമീതൈൽ. മെയിൻ കാർബൺ ചെയിനിൽ 4 കാർബൺ അല്ലേ ഉള്ളത്. സോ എന്താ വിളിക്കുക? ബ്യൂട്ടൈൻ എന്നല്ല വിളിക്കുക. ഓക്കെ, ഇനിയും ഒരു ക്വസ്റ്റ്യനും കൂടെ ചെയ്തിട്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, CH3 സിംഗിൾ ബോണ്ട്, CH3 സിംഗിൾ ബോണ്ട്, CH2 സിംഗിൾ ബോണ്ട്, CH3 ഇതാണ് നമ്മുടെ പുതിയ കോമ്പൗണ്ട്. അപ്പോൾ നമ്മൾ ലോങ്സ്റ്റ് കാർബൺ ചെയിൻ കണ്ടുപിടിക്കുക. എണ്ണി നോക്കിയോളൂ, വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് നിങ്ങൾ ലോങ്സ്റ്റ് കാർബൺ ചെയിൻ കണ്ടുപിടിച്ചേ. ഇതായിരിക്കും അല്ലേ. ഓക്കെ, ഇനി നമ്പർ ചെയ്യാം. 1 2 3 4 5. 1 2 3 4 5. ഓക്കെ, ആദ്യം ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് എണ്ണാം. താഴത്തെ നമ്പേഴ്സ് നോക്കരുത്, മുകളിലത്തെ മാത്രം ഫോക്കസ് ചെയ്യുക. 1-ൽ ആരും ഇല്ല, 2-ൽ ഒരു മീതൈൽ ഗ്രൂപ്പ് ഉണ്ട് അല്ലേ. സോ 2-ൽ ഒരു മീതൈൽ ഗ്രൂപ്പ് ഉണ്ട്. ഇനി 3-ൽ ആരും ഇല്ല, 4-ൽ ഒരു മീതൈൽ ഗ്രൂപ്പ്, 4-ൽ തന്നെ വേറൊരു മീതൈൽ ഗ്രൂപ്പ് ഇല്ലേ താഴോട്ട്, കണ്ടോ? 4-ാമത്തെ കാർബണിൽ വേറൊരു മീതൈൽ ഗ്രൂപ്പും കൂടി ഇല്ലേ, മീതൈൽ. ഇനിയും റൈറ്റ് ടു ലെഫ്റ്റ് എണ്ണുമ്പോഴോ 1-ൽ ആരും ഇല്ല, 2-ൽ 2 മീതൈൽ ഗ്രൂപ്പ്സ് ഉണ്ട്. സോ 2-ൽ മീതൈൽ, 2-ൽ തന്നെ വേറൊരു മീതൈൽ ഗ്രൂപ്പും കൂടി ഉണ്ട് അല്ല. ഇനിയും 3-ൽ ആരും ഇല്ല, 4-ൽ ഒരു മീതൈൽ ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ ഇതിൽ ഏത് നമ്മൾ സെലക്ട് ചെയ്യും? ആഡ് ചെയ്ത് നോക്കാം. 2 + 4 6 + 4 10, 2 + 2 4 + 4 8. ഇങ്ങനെയല്ല വരിക. അപ്പോൾ ഏതാണ് സെലക്ട് ചെയ്യേണ്ടത്? സ്മോളസ്റ്റ് നമ്പർ അല്ലേ. സോ 8 ആണ് സ്മോളസ്റ്റ് നമ്പർ. സോ കറസ്പോണ്ടിങ് ആയിട്ടുള്ള 2 2 4 എടുക്കുക. സോ 2, 2, 4. 2-ലും 4-ലും മീതൈൽ ഗ്രൂപ്പ്സ് തന്നെയാണ്. സോ എല്ലാം കൂടെ എത്ര മീതൈൽ ഗ്രൂപ്പ് ഉണ്ട്? 3 എണ്ണം ഉണ്ട്. 3 എണ്ണം ആകുമ്പോൾ നമ്മൾ എങ്ങനെ വിളിക്കുക? ട്രൈ മീതൈൽ. 2 എണ്ണം ആയപ്പോൾ ഡൈ, 3 എണ്ണം ആകുമ്പോൾ നമ്മൾ ട്രൈ എന്ന് വിളിക്കും. 3 മീതൈൽ. സോ ട്രൈ മീതൈൽ. മെയിൻ കാർബൺ ചെയിൻ്റെ പേരെന്താണ്? 5 കാർബൺ ഉണ്ട്. സോ പെൻറ്റേൻ. 2 2 4 ട്രൈ മീതൈൽ പെൻറ്റേൻ.